ആരോ പറഞ്ഞു ഉമ്മൻചാണ്ടിയെ വിളിക്കാൻ. അന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവ്. കേട്ടുമാത്രം പരിചയമുള്ള ഒരാളെ സുശീല വിളിച്ചു. വിളി കേട്ടു. ഞാൻ രണ്ടും കൽപ്പിച്ച് ഈ നമ്പറിൽ വിളിച്ചപ്പോ മറുതലക്ക് ഹലോ. എനിക്ക് വർത്താനം പറയാൻ കഴിയുന്നില്ല. പക്ഷെ എന്റെ പ്രശ്നങ്ങൾ മുഴുവനും പറയുന്നത് വരെ അയാൾ മറുതലക്ക് ഫോൺ വെച്ചിട്ട് നിന്നു. ഞാൻ എന്റെ മകൻ സംസാരിക്കുന്നില്ല, കേൾക്കുന്നില്ല. പെട്ടെന്ന് അവന്റെ കണ്ണിന് വൈകല്യം വന്നു. അപ്പോൾ ഞാൻ ആകെ ജീവിതത്തോട് തോറ്റുപോയി. ഞാൻ എന്ത് ചെയ്യണം? അതിനുത്തരം അദ്ദേഹം പറഞ്ഞു, ആ കുട്ടി രക്ഷപ്പെടട്ടെ, അവന് കേൾക്കാൻ കഴിയല്ലോ, എത്ര പൈസ ആയാലും അത് ഞാൻ ഇവിടെ എത്തിച്ചു തരുന്നു. അവിടെ അപ്പം തന്നെ എന്നെ വിളിച്ച് ഫോൺ വെച്ചപ്പോൾ തന്നെ അവർ മിംസിൽ വിളിച്ചു പറഞ്ഞു. അപ്പോൾ മിംസിൽ നിന്നാണ് എന്നെ പിന്നെ വിളിക്കുന്നത്. നിങ്ങളെ പണമൊക്കെ റെഡി ആയിട്ടുണ്ട്, ഡേറ്റ് നമുക്ക് ഫിക്സ് ചെയ്യാം, ഉടനെ ഓപ്പറേഷൻ നടത്തണം എന്ന്. ഓപ്പറേഷൻ കഴിഞ്ഞ അന്ന് തന്നെ അമേരിക്കയിൽ നിന്ന് ഉമ്മൻചാണ്ടിയുടെ വിളിയെത്തി. ഒരു മാസം കഴിഞ്ഞ് സുജിത്തിന് കേൾവിശക്തി കിട്ടി. ആദ്യമായി ഫോണിലൂടെ അവൻ കേൾക്കേണ്ടത് ആരുടെ ശബ്ദമെന്ന് അമ്മയ്ക്ക് സംശയമുണ്ടായില്ല. ഇവൻ ആദ്യത്തെ ശബ്ദം അദ്ദേഹത്തിന്റെ കേട്ടത് ഹലോ. അദ്ദേഹം ഇങ്ങോട്ട് ഹലോ, അയാൾ ഹലോ എന്ന് പറയുമ്പോൾ അതിന് മറുപടി ഇവൻ ഹലോ എന്ന് പറഞ്ഞു. അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റൂല. ആരെന്നോ എന്തെന്നോ ഉമ്മൻചാണ്ടി തിരഞ്ഞില്ല. ആവലാതിയുടെ അടിവേര് തേടിയില്ല. നിങ്ങൾ എവിടെയാണെന്നോ, നിങ്ങളെ രാഷ്ട്രീയം എന്താണെന്നോ, നിങ്ങളെ കുലം എന്താണെന്നോ, നിങ്ങളെ ജാതി എന്താണെന്നോ, മതം എന്താണെന്നോ അദ്ദേഹം ചോദിച്ചില്ല. പ്രശ്നം മാത്രം കേട്ടു. ഞാൻ